എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ്. ഇനി നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, പിന്നെ ഒരു ഓണിയൻ്റെ പകുതി, ബെൽ പെപ്പേഴ്സ് അതൊരു കപ്പ് വരും. പിന്നെ എൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ഷീറ്റ് ഇല്ലെങ്കിൽ മൈദാമാവ് വെച്ചിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ അങ്ങനെ കുഴച്ചെടുത്താൽ മതി. പിന്നെ ചില്ലി സോസും സോയ സോസും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്, കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. അത് കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ബാക്കി വെജിറ്റബിൾസ് നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ക്യാരറ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹാഫ് ടീസ്പൂൺ ഗാർലിക് ചതച്ചത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഹാഫ് ടീസ്പൂൺ സോയ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ചില്ലി സോസ് ഹാഫ് ടീസ്പൂൺ. കുറച്ച് മതി. എരിവ് തോനെ വേണമെങ്കിൽ തോനെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഹാഫ് ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ലേ. ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്, വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് മൈദാ മാവാണ്. ഇനി നമുക്ക് ഓരോ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ എല്ലാം സൈഡിൽ ഈ മാവ് തേച്ച് കൊടുക്കാം. എന്നിട്ട് മസാല എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കണക്കാക്കി കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല, നമുക്ക് ബേക്ക് ചെയ്തും എടുക്കാം. കടായിൽ ഓയിൽ ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ടിടാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ കൂടെ ചിക്കൻ ആഡ് ചെയ്യണമെങ്കിൽ ആ മസാല കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്